സ്ഥിരമായി വരുന്ന സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു. ഇവിടെ ചട്ടി ഇരുന്ന് ചൂടായി ഇരിക്കുകയാണ്. നല്ലൊരു ഇരുമ്പ് ചട്ടിയാണ് വച്ചിരിക്കുന്നത്. കടായി വച്ചിട്ടുണ്ട്, അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ നോർമൽ ഹോം മെയ്ഡ് ഗീ ആണ് സ്വല്പം ഇറ്റിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു എന്താ പറയുക, ഒരു സ്പാച്ചുല പോലുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഗീ ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ആൽമണ്ട് ഒന്ന് അതിലിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി, അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്നത് വരെ അതിനെ ചൂടാക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹോം മെയ്ഡ് ബയോട്ടിൻ പൗഡറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിതാ ഈ ചൂടായി വന്ന ആൽമണ്ടിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ടു. ആ കാഷ്യൂ നട്ട് കൂടി ഇട്ട് നമ്മൾ അതിനെ വീണ്ടും ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ബയോട്ടിൻ പൗഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ബയോട്ടിൻ പൗഡർ ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അഡൽട്ട്സിനും കിഡ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതിനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ബദാമും കാഷ്യൂവും നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേ ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ്. വീണ്ടും സ്വല്പം നമ്മുടെ നെയ്യ് അതിലൊന്ന് ഇറ്റിച്ചു കൊടുക്കുകയാണ്. ആ സ്പാച്ചുല വെച്ച് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറ്റിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ വീണ്ടും ചട്ടി റെഡി ആയിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ഇത് നല്ല വാൽനട്ടാണ്. വാൽനട്ടും നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാൽനട്ടാണ് നമ്മൾ അടുത്ത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വാൽനട്ടും നമ്മളിതുപോലെ തന്നെ ചൂടാക്കി എടുക്കുകയാണ്. അത് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടും. അപ്പോൾ ഈ ഒരു ബയോട്ടിൻ പൗഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഇതിനകത്ത് ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഞാൻ ഇതിനകത്ത് നട്ട്സ് എല്ലാം ഒരുമിച്ച് പൊടിച്ച് സെപ്പറേറ്റ് ആക്കി വെക്കുകയും ബാക്കി നമ്മുടെ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുകയാണ്. അതങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിഡ്സിന് കൊടുക്കുന്നതിനായിട്ടാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് അവരുടെ പാലിലിട്ട് കൊടുക്കുന്നതിനോ. അതാ നമ്മൾ വാൽനട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ, അത് നമ്മളെടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഐറ്റം നമ്മൾ ചൂടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വാൽനട്ടും ബദാമും കാഷ്യൂവും നമ്മൾ ചൂടാക്കി തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചു. അടുത്തത് നമ്മൾ പിസ്ത തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പിസ്തയാണ് അടുത്തത് നമ്മൾ ചൂടാക്കാൻ പോകുന്നത്. നമ്മൾ വീണ്ടും ആ ചട്ടിയിലേക്ക് പഴയതുപോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും റിപ്പീറ്റ് ചെയ്ത് പിസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിസ്തയും നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു നട്ട്സ് പൊടിച്ചെടുത്ത് വെക്കുന്ന പൊടി നമ്മൾ കുട്ടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് പ്ലെയിനായിട്ട് കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല. അവൾ കഴിക്കുന്നെങ്കിൽ തന്നെ കാഷ്യൂ പിസ്ത അത്രയും കഴിക്കും. വാൽനട്ടൊന്നും അവളുടെ ഉള്ളിലേക്ക് ചെല്ലേയില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് ഉള്ളിലേക്ക് കഴിപ്പിക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫോമിൽ ഇതിനെ കഴിപ്പിക്കാനേ പറ്റൂ. ഇവർക്ക് സ്വീറ്റ്സിനോട് അധികം താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കും. ഞാനൊരു വെയിറ്റ് ലോസ് ജേണിയിലാണ്. പക്ഷേ ജേണി എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ജേണി മാത്രമേ ഉള്ളൂ, ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ പിസ്ത ഞാനൊന്ന് എടുത്ത് നോക്കി, അത് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാനുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചതിലേക്ക് തന്നെ ഇട്ട് വീണ്ടും മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വെയിറ്റ് ലോസ് ജേണി പെർമനൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. കുറച്ച് നാൾ ചെയ്യും, ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് കുറയും. അതേ ഇതിൽ പിസ്ത റെഡിയാക്കി വെച്ചു. വാൽനട്ട് ഉണ്ട്, ബദാമുണ്ട്, കാഷ്യൂ ഉണ്ട്. ഇത്രയും നട്ട്സ് നമ്മൾ ചൂടാക്കി എല്ലാം തണുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ചിയാ സീഡുമാണ് നമ്മളിനി അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചിയാ സീഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും നമ്മൾ ചൂടാക്കിയിട്ട്, അത് ആക്ച്വലി നമുക്ക് അഡൽട്ട്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്ത് വയ്ക്കാം. പക്ഷെ ഞാനിത് രണ്ടായിട്ട് ചെയ്യുന്നത് മോൾക്കും കൂടി വേണ്ടിയിട്ടായതുകൊണ്ടാണ്. അപ്പോൾ മോൾക്ക് എടുക്കുന്ന പൊടിയിൽ ഫ്ലാക്സിഡും ചിയാസീഡും വേണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ് വേറൊരു പാത്രത്തിൽ. നട്ട്സ് എല്ലാം പൊടിച്ച് സെപ്പറേറ്റ് ആയിട്ടും വയ്ക്കുകയാണ്. അപ്പോൾ മോൾക്കുള്ള പാലിൽ അല്ലെങ്കിൽ അവർക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഈവൻ ഒരു തോരൻ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ നട്ട്സിൻ്റെ പൊടി ഒരു ശകലം അതിനകത്തേക്ക് ഇട്ടാൽ ഇച്ചിരിയെങ്കിലും അത് ഒന്ന് ഉള്ളിലേക്ക് ചെല്ലുമല്ലോ.
അപ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസവും വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നട്ട്സ് പൊടിച്ചത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ചൂടാക്കാനായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചൂടാവട്ടെ. അതും കൂടി ചൂടായി വരുന്നതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ബാക്കി കഥകൾ പറയാം. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണിയുമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് ചൂടായി. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഫ്ലാക്സ് സീഡും ചിയാ സീഡും ആണ് മിക്സറിലേക്ക് ഇടുന്നത്. മിക്സറിലിട്ട് നമ്മൾ അതിനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് വന്നു കഴിയുമ്പം അതെടുത്ത് നമ്മൾ മാറ്റി മിക്സിയിൽ കിടന്നുണ്ടായ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വയ്ക്കും, ചൂടാറാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഇപ്പോൾ അതാ നമ്മൾ ചൂടാറാനായിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിക്കേ, നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ബാക്കി നട്ട്സ് എല്ലാം കൂടി ഇതേ മിക്സറിലേക്ക് ഇട്ടിട്ട് നട്ട്സിനെയും എല്ലാം ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നട്ട്സിനെ എടുത്ത് മിക്സറിലിടുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സറിലിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പോഴേക്കും അത് പൊടിച്ച് വന്നു കേട്ടോ. പൊടിച്ച് വന്ന് അതും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പൊടിച്ച് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെയും ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ന്യൂട്രി പൗഡർ നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത പൗഡർ അത് റെഡിയാണ്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമ്മൾ ചിയാ സീഡും ഫ്ലാക്സ് സീഡും കൂടെ പൊടിച്ച പൗഡറാണ്. അതും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം.